السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ജീവനത്തെ എല്ലാ ഭാഗത്തിലും അള്ളാഹുടെ സൂക്ഷിച്ചിട്ട് ജീവനാക്കുന്ന ചൊന്തു ಸ್ವಂತ ನಫ್ಸರ ಮರ್ಕಂಟ ಓರೋತ್ತಟ್ಟಿಗೆ ಉಪದೇಶ ಆಯ್ಕೊಂಟಿಲ್ಲ, ವಸೀಯತ್ ಆಯ್ಕೊಂಟಿಲ್ಲ. ജീവനത്തെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുടെ നിയമ നിർദ്ദേശനത്തെ പാലനാക്കി ജീവനാക്കിടെ യഥാർത്ഥ മുത്തക്കന്മാരുടെ കൂട്ടത്തില് അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. പുരുഷത്തെ സത്യവിശ്വാസിമാരെ, കഴിഞ്ഞ വാര ഖുതുബത്തില് ഷഅബാൻ തിങ്ങളുടെ മഹത്വത്തെ വിഷയത്തില് ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നു. എന്നെങ്കിലും അതേ നേരത്തേക്ക് ഷഅബാൻ തിങ്ങളില് ഞങ്ങളുടെ സമുദായ കൊണ്ടു നടക്കുന്ന ചില അനാചാരങ്ങളുണ്ട്, ചില ബിദ്അത്തായ കാര്യങ്ങളുണ്ട്. അതും കൂടി ഞങ്ങളെല്ലാവരും മനസ്സിലാക്കും. ഇത്തരത്തിലുള്ള വിഷയത്തെ ഖുതുബത്തിൽ ഉപദേശിക്കുന്നത് എന്തു ചെന്നെങ്കിൽ പരലോക ജീവന ഞങ്ങൾ നിന്ന് നഷ്ടത്തിലായിട്ട് പോകുന്നത് തീരാ ചൊല്ലേ ഒരു ഉദ്ദേശം കൊണ്ടെത്തിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധ ഖുർആനില് ഞങ്ങക്ക് പടിപ്പാട്ടി തന്നെ അവന്റെ പക്കലില് തിങ്ങളിലെ കണക്ക് പന്നിണ്ടായിത്തിക്കരുത്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. നിശ്ചയമായിട്ടും അള്ളാന്റെ പക്കലില് തിങ്ങളുടെ കണക്ക് അത് ഭൂമി ആകാശ സൃഷ്ടിയാക്കിയാൽ പിന്നെ പന്നിണ്ടായിത്തിക്കരുത്. മിൻഹാ അർബഅത്തുൻ ഹുറും, അതില് 4 തിങ്ങളുടെ അള്ളാഹു പവിത്രമാക്കിയത്.
ಇಪ್ಪ ಏದೈತಿಕ್ರು ಇಸ್ಲಾಮಿಕ್ ಕ್ಯಾಲೆಂಡರ್ ಪ್ರಕಾರ ಆ ತಿಂಗಳು ആ 12 തിങ്ങളുടെ പേരെന്ത ചൊന്തു ഞങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കും. കാരണം ഞങ്ങളുടെ സമുദായത്തില് ചെമ്മത്ത ആൾമാർക്ക് ഇംഗ്ലീഷ് ക്യാലണ്ടറിലുള്ള തിങ്ങളുടെ ഞങ്ങൾക്ക് കൊണ്ടുവന്നു. അന്യ കൗമുങ്ങളെ അങ്ങനെ ക്യാലണ്ടറിലുള്ള തിങ്ങൾ ഏതെന്ന് കൊണ്ടുവന്നു. എന്നെങ്കിലും അള്ളാഹുടെ പരിശുദ്ധമായ ദീൻ, ആ ദീൻ പഠിപ്പാത്തന്റെ 12 തിങ്ങളുടെ പേര് ചെമ്മത്ത ആൾമാർ കൊണ്ടില്ല. അതില് ഒന്നാമത്തെ തിങ്കളായിട്ടിക്കറ് മൊഹറം ചൊല്ലത്. ഒരു മുസ്ലിമായ മനുഷ്യൻക്ക് പുതിയ വർഷം ചൊല്ലത് മൊഹറം ആയിട്ടിക്കർ. അതിൽ പിന്നെ രണ്ടാമത്തെ സഫർ, മൂന്നാമത്തെ റബിയുൽ അവ്വൽ, നാലാമത്തേത് റബിയുൽ സാനി, അതേപോലെ അഞ്ചാമത്തേത് ജുമാദുൽ ഊല, ആറാമത്തേത് ജുമാദുൽ ഉഖ്റ, ഏഴാമത്തേത് റജബു, എട്ടാമത്തെ ഷഅബാൻ, ഒലിമ്പാമത്തെ റമളാൻ, പത്താമത്തെ ശവ്വാൽ, അതേപോലെ 11ാമത്തെ ദുൽഖഅദ, 12ാമത്തെ ദുൽഹിജ്ജ. ഇങ്ങനെ 12 തിങ്കളെത്തിക്കറ്. അതില് വർഷത്തെ ഒന്നാമത്തെ തിങ്കളെത്തിക്കറ് മൊഹറം, വർഷത്തെ അവസാനത്തെ തിങ്കളെത്തിക്കറ് ദുൽഹിജ്ജ, അതായത് ഹജ്ജ് തിങ്കൾ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് ഷഅബാൻ തിങ്കളിലെത്തിക്കറ്, 8ാമത്തെ തിങ്കൾ. ഇസ്ലാമിക് കലണ്ടർ പ്രಕಾರ 8ാമത്തെ തിങ്കളിലെത്തിക്കറ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 തിങ്കളില് 4 തിങ്കളില് യുദ്ധ നിഷിദ്ധമായ പവിത്രമാക്കിയ 4 തിങ്കളില് അത് ഏതോ ചൊല്ലിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുണ്ട്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല الزمان قد استدارك هيته يوم خلق السماوات والأرض السنة 12 شهرا منها 4 حرم 3 متواليات ذو القعدة وذو الحجة والمحرم والرجب مضار الذي جماد وشعبان. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ ചൊന്ന പോലെ വർഷத்துக்கு 12 തിങ്കളിലെത്തിക്കറ്. അതിൽ 4 തിങ്കളിൽ പവിത്രമായിത്തിക്കറ്. തലാത്തത്തുൻ മുതവാലിയാത്തുൻ, ആ 4 3 കണ്ടിന്യൂറ്റ് പണ്ടതെത്തിക്കറ്. അതിൽ 1 ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം. ദുൽഖഅദ പിന്നെ ദുൽഹിജ്ജ പിന്നെ മുഹറം, ഇത് 3 കണ്ടിന്യൂറ്റ് പണ്ട് തിങ്കളെത്തിക്കറ്. 4ാമത്തേത് റജബ് മുളാറല്ലദി ജുമാദ വ ശഅബാൻ, അതായത് ജുമാദനും പിന്നെ ഷാബാന്റെ നടുവിൽ കടന്നു പണ്ട് റജബ് തിങ്കൾ, അതായത് കഴിഞ്ഞുപോയ തിങ്കൾ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഉള്ളത് 8ാമത്തേത് ഷാബാൻ തിങ്കളിലെത്തിക്കണം. അപ്പൊ ഈ വിഷയം ഞങ്ങൾ പഠിച്ചിട്ട് വേണം. ഇസ്ലാമിന്റെ 12 തിങ്കളും അതില് പവിത്രമാക്കിയ 4 തിങ്കൾ. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ സഹോദരന്മാരെ, ഈ ഷാബാൻ തിങ്കളില് ഞങ്ങളെ സമുദായം കൊണ്ടു നടക്കുന്ന ചില അനാചാരങ്ങളുണ്ട്. വാസ്തവത്തിൽ ഇതൊക്കെ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ട് പരലോകത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ചൊല്ല ഉദ്ദേശത്തിലേറ്റിക്കര് ഇതിനെ കൊണ്ടു നടക്കുന്നത്. വാസ്തവത്തില് ഇത് പരലോകത്തിൽ ഞങ്ങൾക്ക് രക്ഷപ്പെട്ട മാർഗമല്ല, ബദലായിട്ട് അള്ളാന്റെ പക്കല് അദാബ് കിട്ടേ ചില വിഷയങ്ങൾ ഈ തിങ്ങളിൽ കൊണ്ടു നടക്കുക. അതിൽ ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കൊല്ലത് ഷാബാൻ 15 ജാവും. എനിക്കെല്ലാവർക്കും ಗೊತ್ತುಂಟು ബറാഅത്ത് ജാവ് ചൊന്തു ഞങ്ങളെ ഉമ്മത്ത് കൊണ്ടു നടക്കുക. ബറാഅത്ത് ആ ജാവ് കൈത്തിക്കര് വിശുദ്ധ ഖുർആന്റെ അവതീർണായിട്ടിക്കര് ചൊന്തു ചില ആൾമാർ ചൊല്ലു. വാസ്തവത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനില് തനിക്ക് വ്യക്തമായിട്ട് പഠിപ്പാൻ തന്നെ ഒരു വിഷയത്തിക്കര്. ഖുർആൻ ഏത് തിങ്ങളിൽ ഇറങ്ങിനെ ഏത് ജാവിലും ഇറങ്ങിനെ ചൊല്ലിട്ട് കൃത്യമായിട്ട് അള്ളാഹു പഠിപ്പാൻ തന്ന. എന്നിട്ട് ഈ ബറാഅത്ത് ജാവുകു സൂറത്ത് അദ്ദുഖാന്റെ ഫസ്റ്റ് ചില ആയത്തുകളെ ഓതിത്തൈറ്റിക്കര് ബറാഅത്ത് ചൊല്ലെ ജാവുകു ശ്രേഷ്ഠത ഉണ്ടു ചൊന്തൈറ്റിക്കര് ചില ആൾമാർ ചൊല്ലി.
വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാൻ ചൊല്ലാ ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ ഇന്നാ കുന്നാ മുൻദിരീൻ. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ. ഇദ്രെ ചൊല്ലെങ്കിൽ ഈ ഖുർആന്റെ മുബാറകത്തിൻ ഒരു അനുഗ്രഹീതമായ ജാവുൽ എന്താക്കിരെ അവതീർണാക്കിരണ്ട് അല്ലാഹു സുബ്ഹാൻ ചൊല്ലേ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ. മുബാറക് ചൊല്ലെ ഒരു ബർക്കത്തുള്ള അല്ലെങ്കിൽ ഒരു അനുഗ്രഹമുള്ള ഒരു ജാവുൽ എത്തിക്കറി ഖുർആന്റെ അവതീർണാക്കിരെ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാൻ ചൊല്ലെ മുബാറക്കത്തിൻ ചൊന്നെങ്കിൽ അനുഗ്രഹീതമായ ജാവ് ചൊന്നെങ്കിൽ ചില ആൾമാർ അതിരെ ചൊന്നോറോ അത് ഷാബാന്റെ 15 ബറാഅത്ത് ജാവൈത്തിക്കറ്. അപ്പൊ ഇവിടെ ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു വിഷയം മനസ്സിലാക്കണു. അള്ളാഹു ഈ ആയത്തില് ചൊല്ല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകത്തിൻ. ഈ ഖുർആന്റെ ഞങ്ങൾ അവതീർണാക്കിയ ഒരു അനുഗ്രഹീതമായ ഒരു ജാവ്. അപ്പൊ എപ്പ എത്തിക്കറ് ഖുർആൻ ഇറങ്ങിയത് അതെത്തിക്കറ്. നെക്സ്റ്റ് പ്രശ്നം ഞങ്ങൾ പണ്ട് ഖുർആൻ അവതീർണായിടെ അള്ളാഹു തിങ്ങളുടെ പേര് സമയത്ത് എടുത്തു ചൊന്ന. കാരണം വിശുദ്ധ ഖുർആന്റെ ചില ആയത്തിന് ಇನ್ನೊರು ಮೂವತ್ತು ಅದ್ರ ತಫ್ಸೀರ್ ನಂಗೆ ಹಾಕೋಗು ನೋಕೋನು ചില വിഷയം അള്ളാഹു പഠിപ്പാത്തന്നെങ്കിൽ അത്ര കംപ്ലീറ്റ് ആയ വിഷയം ಇನ್ನೊರು ಮೂವತ್ತು അള്ളാഹു സുബ്ഹാനഹു പഠിപ്പാത്തണ്ട. അതുകൊണ്ടാ ഖുർആൻ കൊണ്ട് തഫ്സീറാക്കരെ, ഖുർആൻ കൊണ്ട് വ്യാഖ്യാനാക്കരെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു കൃത്യമായി ചൊന്ന എപ്പ ഇത്തിക്കർ ഖുർആന്റെ അവതീർണായത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും ശഹ്റ ഫല്യസും. അള്ളാഹു ഒരു സംശയത്തും അവിടെ ഇടയാക്കിയിട്ടില്ല. കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു ചൊന്ന ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ഖുർആന്റെ നാസിലത്താക്കിയത് ഇറക്കിയത് എപ്പ ഇത്തിക്കറിയ ഷഹർ റമളാൻ. ഷഹർ റമളാൻ ഏത് തിങ്കളില്? റമളാൻ തിങ്കളിൽ എത്തിക്കുന്ന ഇത്ര അവതീർണാക്കിരെ. ഷാബാൻ തിങ്കളിൽ അള്ളാഹു വ്യക്തമാക്കിയ വിഷയം. ഹുദൽ ലിന്നാസ് മനുഷ്യന്മാർക്ക് മാർഗദർശനം. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഹക്കും ബാത്തിലും വേറെ വേറെ ആക്കി പഠിപ്പത്തന്റെ കിതാബ് എത്തിക്കരുത്. ഫമൻ ഷഹിദ മിൻകും ഫല്യസും. ആ തിങ്കളിൽ ആറ് സാക്ഷിയായിട്ടുള്ളവരും അങ്ങ് നോമ്പ് പിടിക്കട്ട്. അപ്പൊ എപ്പ എത്തിക്കുന്ന നോമ്പ് പിടിക്കര്? ആ റമളാൻ തിങ്കൾ. എന്ത് കേട്ടിക്കരുത് റമളാൻ തിങ്കൾ നോമ്പ് പിടിക്കര്? കൊസിക്കൊണ്ടു എന്ത്ര കൊസി എത്തിക്കുന്ന ഞങ്ങക്ക് അള്ളാഹു ഖുർആന്റെ അവതീർണാക്കിട. ആ കൊസിക്കൊണ്ടെത്തിക്കര് റമളാനിൽ 30 നാളിൽ എന്താക്കര്? നോമ്പ് പിടിക്കര് സഹോദരന്മാരെ. അപ്പൊ ഖുർആൻ ഇറങ്ങിയ തിങ്കളുടെ അള്ളാഹു സ്പഷ്ടമാക്കിയ റമളാൻ തിങ്കൾ. അപ്പൊ മുബാറക്കായ ജാവ് അതെപ്പ എത്തിക്കരുത്? അതും അള്ളാഹു സൂറത്ത് അള്ളാഹു ഖദറിൽ പഠിപ്പാട്ടുന്ന ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ. അല്ലേ? റമളാന്റെ അവസാനത്തെ 10 ജാവുടെ ഹയാത്താക്കറ. എന്റെ ഇത്തിക്കറ ഖദർ ചൊല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു ചൊല്ലല്ലേ ഖണ്ഡിതമായിട്ടും ഞങ്ങൾ ഈ ഖുർആന്റെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഈ ഖുർആന്റെ ഒരു അനുഗ്രഹീത, അതായത് ഈ ഖുർആന്റെ ഒരു നിർണയിക്കൽപ്പെട്ട ജാവുലെത്തിക്ക് ഞങ്ങൾ അവതീർണാക്കിരേ അള്ളാഹു സ്പഷ്ടമാക്കി. അവിടെ എപ്പോഴത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലേ ഇന്നാ അൻസൽനാഹു ഇതിനെ ഞങ്ങൾ നാസിലത്താക്കിരേ, അതായത് ഈ ഖുർആന്റെ ഇറക്കിരേ ഫീ ലൈലത്തുൽ ഖദർ. ഖദറിന്റെ ജാവുലെത്തിക്കറ്. ഖദറിന്റെ ജാവ് എപ്പ? ശഅബാൻ പോണന്റെ സഹോദരന്മാര് അല്ലാ കൂടെ ഇട്ടിക്കുന്ന ദീന്റെ പഠിക്കണായി. കാരണം ഇതൊക്കെ അള്ളാഹു ഒരു കാര്യം ഞങ്ങൾക്ക് പഠിപ്പാട്ടല്ലേ. ചില ആൾമാർ അതിന് വിപരീതമായിട്ട് വേറെ വിഷയം പഠിപ്പാട്ടല്ലേ. എന്നിട്ട് അള്ളാഹു പഠിപ്പാറ്റന്നെ കാര്യത്തെ വിട്ടുപിടും. വേറെങ്ങ പഠിപ്പാട്ടെ മനുഷ്യന്മാർ പഠിപ്പാറ്റന്നെ അള്ളാഹു റസൂൽ പഠിപ്പാറ്റാത്തെ കൊടുക്കാത്ത വ്യാഖ്യാനത്തെ ഉണ്ടാക്കിയിട്ട് ആ ജാവ് ഇങ്ങനെ പ്രത്യേകത കൽപ്പിച്ചിട്ട് അതിൽ ചില ഇബാദത്തുകൾ അനുഷ്ഠിക്കുമ്പോ നച്ചുന്നല്ലേ ഇത് ഞങ്ങൾക്ക് പരലോക മോക്ഷത്തുകുല്ലതല്ല, ഇത് ആഖിറ മോക്ഷത്തുകുല്ലതല്ല. അപ്പൊ അള്ളാഹു ഖുർആൻ ഇറങ്ങിയത് സൂറത്ത് ദുഖാൻ അള്ളാഹു സുബ്ഹാനഹു ചൊല്ലേ ആ മുബാറക്കായ ജാവു
അത് റമളാൻ തിങ്കളിലേക്ക് ഉള്ളത്. ആ റമളാൻ തിങ്കളിൽ എപ്പായിട്ട് ഒരു നിർണയിക്കൽപ്പെട്ട ഒരു ഖദർ രജാവിലേക്ക് അള്ളാഹു വ്യക്തമായിട്ട് പഠിപ്പാർത്തരണം. ഇന്ന് ആർക്കും ഇതിൽ സംശയമുണ്ട് സഹോദരന്മാരെ? ഇന്ന് ചില ആൾമാർ ചൊല്ലി ഈ ഖുർആന്റെ അവതീർണായിരമേ ബറാത്ത് രജാവുകെത്തിക്കരുത്. അപ്പൊ ഏത് വിശ്വസിക്കുന്ന അള്ളാഹു എത്ര സ്പഷ്ടമായിട്ട് അവന്റെ കലാമിലൂടെ ഞങ്ങൾക്ക് പഠിപ്പാർത്തുന്ന തിങ്ങളും അതിൽ എറിഞ്ഞ ജാവും പോലും അള്ളാഹു ഞങ്ങൾക്ക് പഠിപ്പാർത്തന്നു. അപ്പൊ ഒന്നാമത്തേത് ഈ ബറാത്ത് വിഷയത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആൻ അവതീർണായത് ബറാത്ത് രജാവുലല്ല, ബദലൈത്ത് റമളാൻ തിങ്കളിലേക്ക്. ഇനി രണ്ടാമത്തേത് വിഷയം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ബറാത്ത് 15 ഞങ്ങളുടെ സമുദായത്തിൽ കാണേണ്ടത് ചില പള്ളികളിലും അത് നിർവഹിക്കണോ. അൽഫിയ നിസ്കാര ചൊന്തു. അൽഫിയ ചൊന്നെങ്കിൽ 1000 റക്കാത്ത് നിസ്കാരമല്ല, 100 റക്കാത്ത് നിസ്കരിക്കരുത്. എന്നിട്ടെങ്കിൽ ആൾക്ക് 1000 പേര് പറഞ്ഞു. കാരണം അത് ഞങ്ങൾക്ക് പ്രതി റക്കാത്തില് സൂറത്ത് ഫാത്തിഹത്തിൽ പിന്നെ 10 പക്ക സൂറത്ത് ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. അപ്പൊ പ്രതി റക്കാത്തില് 10 പക്ക സൂറത്ത് ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു ഓതിണ്ടെങ്കിൽ 100 റക്കാത്തിൽ എത്ര ആവും? 1000 പക്ക ഓതും. അത് കേട്ടിട്ട് ആ പേര് അൽഫിയ നിസ്കാര ചൊന്തു. ഈ വിഷയത്തില് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് പ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ള അബൂ ഷാം റഹിമഹുല്ലാ അയാൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. فأما الألفية فالصلاة ليلة النصف من شعبان سميت بذلك لأنها يقرأ فيها قل هو الله أحد 1000 مرة لأنها 100 ركعة في كل ركعة يقرأ الفاتحة مرة وبعدها سورة الإخلاص 10 مرة ضعيف أو موضوع. أيلي أبو شام رحمه الله ഷാഫി മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായിട്ടുള്ളേ അയാൾ ഈ നിസ്കാരത്തെ എടുത്ത് ചൊല്ലു. ഏത് നിസ്കാര? ഈ ഷാബാന്റെ 15 ജാവുകു പള്ളിയിൽ നിർവഹിക്കുന്ന നിസ്കാരത്തേക്ക് ഈ അൽഫിയ നിസ്കാര സുദീർഘമായ നിസ്കാരത്തേക്ക് 100 റക്കാത്ത് ചൊല്ലുന്ന ചെറിയ വിഷയമല്ല. ഓരോ റക്കാത്തിൽ 10 പക്ക സൂറത്ത് ഇഖ്ലാസ് ഓതുന്നു. എന്നിട്ട് ഈ നിസ്കാരത്തെ എടുത്തിട്ട് അയാൾ ചൊല്ലു. അവസാനമായി ചൊല്ലു വഈഫുൻ ഔ മൗദൂആ. ഈ നിസ്കാരത്തിന് ഉദ്ധരിക്കൽപ്പെട്ട ഹദീസുങ്ങ ഒന്ന് വൈഫായത് അല്ലെങ്കിൽ മൗദൂ ചെന്നെങ്കിൽ കെട്ടി ഉണ്ടാക്കിയ ഹദീസുങ്ങ എത്തിക്കരുത്. ഇത് റസൂലുള്ളാഹി എത്തില്ല. ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിസ്കാരം എത്തില്ല. കാരണം ഇത് കെട്ടി ഉണ്ടാക്കിയ ഹദീസുങ്ങ എത്തിക്കരുത്. ഇത്തരത്തിലുള്ള നിസ്കാര മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ നബിരെ ഒട്ടിಗೆ ദീൻ പഠിച്ച് സ്വഹാബത്താവട്ടെ അയൽ പിന്നെ താബീങ്ങാവട്ടെ താബീങ്ങാവട്ടെ മദ്ഹബിലെ പണ്ഡിതന്മാർ ഇത് നിർവഹിച്ചിട്ടില്ല. വഈഫും ചൊല്ലെങ്കിൽ മൗദൂഉം ചൊല്ലെങ്കിൽ അവിടെ തീർത്തു. കാരണം ഹദീസിൽ സ്വഹീഹ് ആയതുണ്ടോ വഈഫ് ആയതുണ്ടോ മൗദൂഉ ആയതുണ്ടോ? മൗദൂഉ ചൊല്ലെങ്കിൽ നിർമ്മിതമായത് ആറായി കെട്ടി ഉണ്ടാക്കിയ ഹദീസ് കയറ്റിക്കരുത്. ഇതിനെ പിടിച്ചിട്ട് നിങ്ങൾ അമലെടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സ്വർഗത്ത് സഹോദരൻ കടന്നുപോണ്ടേ ഒരു വഈഫായ ഹദീസിനെ പിടിച്ചിട്ട്. അപ്പൊ ഇത് ബിദ്അത്തായ ഒരു നിസ്കാരത്തേക്കരുത്. പുതിയതായിട്ട് കടന്നു വന്ന ഒരു ഇബാദത്തേക്കരുത്. ഞങ്ങൾ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നത്. ഇന്ന് മൂന്നാമത്തേത് ബറാത്ത് ജാവ് 15 3 യാസീന് ഓതും. എത്ര ഓതണം? 3 യാസീനെ എത്തിക്കരുത്. അതിൽ ഒന്നാമത്തെ യാസീന് ദീർഘ ആയുസ് കിട്ടുവാനായിട്ട്, ആയുസ് ദീർഘമായിട്ട് കിട്ടുവാനായിട്ട്. രണ്ടാമത്തെ യാസീന് റിസ്കില് ബറക്കത്ത് കിട്ടുവാനായിട്ട്, ഞങ്ങൾക്ക് ഇന്ന് റിസ്കില് ബറക്കത്ത് കിട്ടുവോ. മൂന്നാമത്തേത് ഞങ്ങളെ ആഖിബത്ത്, ഞങ്ങളെ മരണ അത് ഈമാനോട് കൂടി ആവുകയായിട്ട്. സഹോദരന്മാരെ, അള്ളാന്റെ റസൂൽ ഇത് പഠിപ്പാട്ടിലാണ്. സമൂഹത്തിൽ കേൾക്കുന്നത് യാസീൻ വിശുദ്ധ ഖുർആന്റെ ഒരു സൂറത്ത് ഒരു അക്ഷര ഓതൻ ടൈം ഖുർആന്റെ 10 പ്രതിഫലമുണ്ട്. ആർക്കും അതിൽ സംശയമില്ല. എന്നിട്ടും ഇങ്ങനത്തെ ബറാത്ത് ജാവുടെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ആ ജാവുക്ക് ഇങ്ങനെ 3 യാസീൻ ഓതറു ഇന്ന രൂപത്തുള്ള നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിട്ട് ആര് പഠിപ്പാട്ടർന്നു? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടന്നില്ല. എന്നിട്ട് അവിടെ എത്ര പിന്നെ അത് നല്ലതായെന്നും അത് നിങ്ങൾക്ക് അമലെടുക്കുകയില്ല. ഇന്ന് അമൽ എടുത്തിട്ടെങ്കിൽ അത് നരകത്ത് കയറ്റിക്കും. അഭിഷേകത്തിന് രണ്ടാമത്തെ ഖുത്ബ ചൊല്ല.
അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കുക 3 വിഷയ. ഒന്ന്, ഖുർആൻ അവതീർണ ഇത് ഞങ്ങൾ മനസ്സിലാക്കിയ. രണ്ടാമത്തെ ഇത്തത്തുള്ള ഈ അൽഫിയ നിസ്കാത്ത് വിഷയത്തിൽ മനസ്സിലാക്കിയ. മൂന്നാമത്തേത് 3 യാസീന്റെ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ. ഇന്ന് ചില ആൾമാർ 5 പ്രത്യേകത ഈ ജാവുക്ക് കൊടുക്കണോറും. അതിൽ ഒന്നാമത്തെ പ്രത്യേകത ബറാത്ത് ജാവുടെ പ്രത്യേകത ചൊന്തു. വാസ്തവത്തിൽ അങ്ങനത്തെ ഒരു ജാവ ഇല്ല ഷാബാനില്. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ആ ജാവ് 5 പ്രത്യേകത എത്തിക്കരുത്. എന്തായിട്ടിക്കരുത്? ഒന്നാമത്തേത്, എല്ലാ കാര്യത്തിലും ബറാത്ത് ജാവുളേറ്റിക്ക് അള്ളാഹു നിർണയിക്കരുത്. ഞങ്ങൾ എല്ലാ കാര്യം ചൊന്നെങ്കിൽ ഞങ്ങളെ റിസ്ക്, ഞങ്ങളെ ആരോഗ്യ, ഞങ്ങളെ മരണ, ഞങ്ങളെ കച്ചവട, ഞങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടാവുന്നു എല്ലാം അള്ളാഹു ഈ ബറാത്ത് ജാവുളേറ്റിക്ക് നിർണയിക്കരുത്. ഒന്നാമത്തേത് പ്രത്യേകത. രണ്ടാമത്തേത്, 5 ജാവുക ആരെങ്കിലും ഇബാദത്തെടുത്തിട്ടുണ്ടെങ്കിൽ അങ്ക് ഡബിൾ കൂലി എത്തിക്കരുത്. മൂന്നാമത്തേത്, ബറാത്ത് ജാവുകോ അള്ളാഹുടെ അടിമകൾ അള്ളാഹു ധാരാളം റഹ്മത്ത് കൊടുക്കുറണ്ടായിത്തിക്കരുത്. അത് കൈത്തിക്കര് 5 ജാവുക നിങ്ങൾ ഈ ദിക്കറ് ചൊല്ലറോ, യാ അർഹമർ റഹീമീൻ ചൊല്ലുന്നു ആ ജാവുക നിങ്ങൾ ചൊല്ലറോ. നാലാമത്തേത്, അള്ളാഹു ധാരാള മഗ്ഫിറത്ത് കൊടുക്കുന്ന ജാവായിത്തിക്കര് ബറാത്ത് ജാവോ. ആ ജാവുക നിങ്ങൾ ചൊല്ലുന്നു യാ ഗഫാറു യാ അല്ലാഹ്. എന്നിട്ട് 5ാമത്തേത്, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംകോ അള്ളാഹു ഷഫാഅത്ത് അധികാര കൊടുത്തത് ഈ ജാവു. നോക്കൂ, അങ്ങനത്തെ ജാവയില്ല. അങ്ങനത്തെ ജാവ് ഉണ്ടാക്കിയിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലംകോ നാളെ അള്ളാഹു കൊടുക്കുന്ന വലിയൊരു ഇതായിട്ട് ഞാമത്തേക്ക് ഷഫാഅത്ത് ചൊല്ലത്. ആ ഷഫാഅത്ത് കൊടുത്തതേ ആ ജാവുക എത്തിക്കരുത്. ഇത് അള്ളാഹുടെ മേലിൽ കെട്ടി ഉണ്ടാക്കുന്ന കളവല്ലേ സഹോദരന്മാരെ. ഇത്തരത്തിലുള്ള ആ ജാവുക ഇങ്ങനെ പ്രത്യേകത ചൊല്ലു മനസ്സിലാക്കണ്ടേ. അത് ആര് പഠിപ്പടുത്തറന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പറ്ററണ്ടേ. എവിടുണ്ടു അത് ഉദ്ധരിക്കൽപ്പെട്ട് ഇത്ര മാത്രം ഹദീസുങ്ങ അത് നിർമ്മിതമായതുണ്ട്. ഷാഫി മദ്ഹബിയുടെ പണ്ഡിതന്മാരെ അതിൽ ഏകകണ്ഠമായിട്ട് ഞങ്ങൾക്ക് പഠിപ്പാടി തരുമ്പോ സഹോദരന്മാരെ അപ്പൊ മനസ്സിലാക്കണു, ഇങ്ങനത്തെ ബറാഅത്ത് ചൊല്ല ഒരു ജാവോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാറ്റത്തില്ല. അപ്പൊ ഇത്തരം കാര്യത്തെ ഞങ്ങൾ ഗമനത്തിൽ വെക്കണു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായിട്ട് മനസ്സിലാക്കുകയും ബാത്തിലിനെ ബാത്തിലായിട്ട് വിട്ടുപെടുകയും അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുടെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന സ്വന്തം നഫ്സിനെ മറുക്കണ്ട ഓരോരുത്തರಿಗೆ ಉಪದೇಶ ಆಯ್ಕೊಂಡಿಲ್ಲ, ವಸಿಯತ್ ಆಯ್ಕೊಂಡಿಲ್ಲ. സഹോദരന്മാരെ, ഞങ്ങൾ മനസ്സിലാക്കിയ പറഞ്ഞ വിഷയ ഷാബാൻ തിങ്ങളുടെ അനാചാരമായിട്ടിക്കരുത്. ഇന്നൊരു വിഷയം കൂടി ഞങ്ങൾ മനസ്സിലാക്കുള്ളത്, ഷാബാൻ 15 ചമ്മത്തെ സഹോദരന്മാര് നോമ്പ് അനുഷ്ഠിക്കണോ, നോമ്പ് പിടിക്കണോ. എന്തായിട്ടിക്കറി ഈ നോമ്പിന്റെ വിഷയത്തില് അത് ലാസ്റ്റ് ರಜಬು കഴിഞ്ഞു പോയ തിങ്ക ರಜಬ് 27 മെഹറാജ് നോമ്പ് ചൊന്തു അനുഷ്ഠിച്ചത്. ഇതിപ്പോ ഞങ്ങൾ മുന്നോട്ട് ഷാബാൻ 15 നോമ്പ് ചൊന്തു ചില ആൾമാർ അനുഷ്ഠിക്കണോ. നോക്കൂ സഹോദരന്മാരെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം സുന്നത്ത് നോമ്പുകളെ പഠിപ്പാട്ടെന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷാബാൻ തിങ്കളില് ധാരാളം നോമ്പ് പിടിച്ചത്. ആർക്കും അതിൽ തർക്കമില്ല. ധാരാളം നോമ്പ് പിടിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ആവടു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ അല്ലാത്ത വേറെ ഏതെങ്കിലും തിങ്കളില് ಯಾರು ನೋಂಬು ಸುನ್ನತ್ತು ನೋಂಬು പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷാബാൻ തിങ്കൾ ചൊല്ലുന്ന ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പാട്ടുണ്ട്. നോക്കൂ, കാന യസൂമു ഷാബാന കുല്ലുഹു, അതായത് ഷാബാൻ തിങ്കളുടെ യാറത്തെ എല്ലാ നാളില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോക്കിയത്. കാന യസൂമു ഇല്ല ഖലീൽ, കൊറിയ നാൾ വിട്ടിട്ടു. അതായത് കൊറിയ നാൾ പൂർണ്ണമായിട്ട് 30 നാൾ നബി പിടിച്ചിട്ടില്ല. 30 നാൾ നബി പിടിച്ചത് റമളാനിൽ മാത്രമേ എത്തിക്കരുത്. അതല്ലാത്ത ഷാബാൻ തിങ്കളില് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് എന്താക്കിയത് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ. ഇതിൽ ആർക്കും തർക്കമില്ല. മാത്രമല്ല നബി പഠിപ്പാൽ തന്നെ പ്രതി തിങ്കൾ അയ്യാമു വീർന്ന് ചൊന്തു പ്രതി തിങ്കൾ സുന്നത്ത് നോമ്പുണ്ടു. അത് എപ്പ എത്തിക്കരുത്? മാത 13, മാത 14, മാത 15 ഈ നോമ്പ് പിടിക്കണം ഒരാള് അതിൽ പിടിക്കാം. എന്നിട്ട് പ്രത്യേകിച്ചിട്ട് ഷാബാൻ 15 മാത്രമായിട്ടുള്ള ഒരു നോമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാറ്റത്തില്ല. അള്ളാന്റെ റസൂൽ പഠിപ്പാറ്റത്തില്ല. നോക്കൂ, അള്ളാന്റെ റസൂൽ പഠിപ്പാറ്റുന്നത് പ്രതി വാര തിങ്കളാശ ബേലാശ നോമ്പ് പിടിക്കും, സുന്നത്ത് നോമ്പുണ്ടോ. അതേപോലെ ദുൽഹിജ്ജ ഒലിമ്പുഴ നോമ്പോ, അതേപോലെ ഷവ്വാലിന്റെ 6 നോമ്പോ,
അതേപോലെ മഹറമ്മുടെ ഒലിമ്പ് 10 നോമ്പോ, അതേപോലെ പ്രതി തിങ്കൾ ഇപ്പൊ ചൊന്ന മാത 13, 14, 15 ഇതൊക്കെ അള്ളാന്റെ റസൂൽ സുന്നത്ത് നോമ്പായിട്ട് പണ്ട് പഠിപ്പാട്ട് തന്നത്. എന്നെങ്കിൽ അതേ റസൂലുള്ള ഷാബാന്റെ 15 ബറാത്ത് നോമ്പ് ചൊന്തു ഒന്ന് പഠിപ്പാട്ടി തന്നിട്ടില്ല. ഈ നോമ്പ് പിടിക്കലേക്ക് ಇದಕ್ಕೆ യാതൊരു അടിസ്ഥാനമില്ല, യാതൊരു ദലീലില്ല. കാരണം ഇത് അള്ളാന്റെ റസൂൽ അനുഷ്ഠിച്ചിട്ടില്ല. ഏത് ഷാബാന്റെ 15 മാത്രമേ ബദലായിട്ട് 3 നോമ്പ് അത് പിടിക്കണമെന്ന് പിടിക്കാം എന്ന് ഇങ്ങനത്തെ ഒരു പേര് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു നോമ്പുണ്ട് ചൊന്തോ പാവപ്പെട്ട ആൾമാർ ഇങ്ങനത്തെ നോമ്പ് പിടിക്കലേക്ക് യാതൊരു അടിസ്ഥാനം ഇല്ല ചൊന്തൈത്തിക്ക് ഞങ്ങൾ മനസ്സിലാക്കൂല്ലത്. ഇത് ബിദഅത്തൈത്തിക്കറ് പുതിയതായിട്ട് ಬಂದത് ഇസ്ലാം, യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് ഈ നോമ്പ് പിടിക്കുക ഉമ്മത്ത് യാര ഉന്മേഷ കാട്ടിയുണ്ടോ? റജബിടി 27 നോമ്പും ഈ ഷാബാന്റെ 15 നോമ്പ് പിടിക്കുക ഉമ്മത്തിന്റെ ചെമ്മത്തെ ആൾമാർ എന്തിനോ ಅದಕ್ಕೆ ಇಂಟ್ರೆಸ್ಟ್ ಕಾಟಿಲ್ಲ. ಅದೇ നേരത്തേക്ക് ಪ್ರತಿ ವಾರ ತಿಂಗಳಾಸ ಬ್ಯಾಲೆನ್ಸ್ ಉಂಟು, ಆರು ಅದಕ್ಕೆ ಇಂಟ್ರೆಸ್ಟ್ ಕಾಟಿಲ್ಲ. എത്ര ആൾമാർ മൊഹറം ഒലിമ്പ 10 ಅದಕ್ಕೂ ಇಂಟ್ರೆಸ್ಟ್ കാട്ടില്ല. ശൈത്താൻ ഊടേറ്റിക്ക് കടന്ന വണ്ടേ നല്ലതിനെ കൊണ്ട് ഞങ്ങളെ നരകത്തിക്ക് എത്തപ്പെട്ട പഞ്ഞേറ്റിക്ക് ശൈത്താൻ ആക്കപ്പെട്ടെ. കാരണം ഇതൊക്കെ സമൂഹം ಎಂದ್ರೈಟಿಕ್ಕಿರು. ನಾನು ಹೇಳ್ತೇನೆ, ಅವ್ರು ಕಲ್ಲು ಕುಡಿಕಿற ಮನುಷ್ಯ ಗೊಂತುಂಡು, ನಾವು ಕಲ್ಲು ಕುಡಿಚಂಗೂ ಗೊಂತುಂಡು, ನಾನು ಹಾಕಿದ ತಪ್ಪು ಅಂತ ಉಂಡೆ ಮನಸ್ಸು ಒಪ್ಪಳು. എന്നെങ്കിൽ ഇത്തരത്തിലുള്ള ദീന്റെ വിഷയത്തില് വിദാത്താക്കണങ്ങളെ മനസ്സിൽ എന്തായിട്ടിക്കുള്ളത്, ഞാൻ നല്ല കാര്യമാക്കിണ്ടില്ലേ, നക്കിത് പ്രതിഫല കിട്ടിയോണ്ട് സ്വന്തമായിട്ട് ആക്കിണ്ടില്ലേ. അപ്പൊ ഇതിന് കൃത്യമായിട്ട് സമൂഹത്തിന് പഠിപ്പാട്ടി കൊടുക്കണ്ടേ. നോക്കൂ, ഒരാള് ഇസ്ലാം ദീനിൽ പുതിയതായ കാര്യത്തെ ಬಂತು അത് നല്ലത് സ്വന്തം വാദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഗൗരവ. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ള അതിൽ കൃത്യമായിട്ട് പഠിപ്പാട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ചു കേൾക്കണു. من ابتدع في الإسلام بدعة يراها حسنة فقد زعم أن محمد صلى الله عليه وسلم خان رسالة. ഇമാം മാലിക് റഹ്മത്തുള്ള പഠിപ്പാട്ടേണ്ടത് എങ്ങനെ എത്തിക്കരുത്? من ابتدع في الإسلام, ഇസ്ലാം ദീനില് ഒരാള് ഒരു പുതിയ കാര്യത്തെ ಬಂತು. പുതിയ കാര്യം ചെന്നെങ്കിൽ അള്ളാഹു റസൂലു പഠിപ്പാട്ടാത്ത ഒരു കാര്യ. അങ്ങനത്തെ കാര്യം ഇസ്ലാം ദീനിൽ കൊണ്ടുവന്ന് എന്നിട്ട് യറാഹ ഹസന നല്ലത് ചൊന്തയിൽ വാദിച്ചിട്ട് എന്തിന് മറിച്ചവിടെ യാസിനോദു നല്ലതല്ലേ, മറിച്ചവിടെ യാസിനോദ് നല്ലതല്ലേ, മറിച്ചെനിക്ക് 3 ഋതുവാക്കരുത് നല്ലതല്ലേ, അതേപോലെ ഇസ്രാ മേധാജ് നോമ്പ് പിടിക്കുന്നത് നല്ലതല്ലേ, ഷാബാൻ നോമ്പ് പിടിക്കുന്നത് നല്ലതല്ലേ. വാസ്തവത്തിൽ ഇതൊക്കെ പുതിയതായി വന്ന വിഷയങ്ങൾ. എന്നിട്ട് അവൻ നല്ലത് ചൊല്ല് വാദിച്ചെങ്കിൽ അവന് എങ്ങനെ വാദിച്ച പോലെ ഇമാം മാലിക് ചൊല്ലു റഹ്മത്തുള്ളാഹ് ഫഖദ് സഅമ അന്ന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീടെ കൊടുത്ത അല്ലേ. 40 വർഷത്തെ പിടിച്ചിട്ട് 63 വർഷത്തോളം 23 വർഷത്തെ നുബുവത്തിന്റെ ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീ കൊടുത്ത. ആ വഹീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വഞ്ചന കാട്ടിട്ട് ചൊന്തു വാദിച്ചവന്റെ സമ ചൊന്തു ആ ചൊല്ലേ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി. കാരണം നബി ഈ വിഷയ പഠിപ്പാട്ടಂತೆ നമുക്ക് വഞ്ചന കാട്ടിട്ട്. അതിനർത്ഥം എന്തൊരു കൊണ്ടത് സഹോദരന്മാരെ, ഇസ്ലാം ദീനില് ഒരു പ്രതിഫല കിട്ടു ചൊന്തു ഒരു ഇബാദത്ത് അങ്ങ് അനുഷ്ഠിക്കണ്ടെങ്കിൽ അത് ആര് കാട്ടണു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഇതിൽ എന്ത് പിന്നെ ആക്ക ചൊല്ലിട്ടെങ്കിൽ അള്ളാഹു റസൂൽമാരെ കർത്തർ അഗത്യമുണ്ടാ? ഒരു അഗത്യം ഇല്ലല്ലേ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ഞങ്ങൾ ആക്കല്ലേ. എന്ത് അള്ളാഹു റസൂൽമാരെ കത്തിയേ? എല്ലാ ജനവിഭാഗത്തും അള്ളാഹു റസൂൽമാരെ കത്തില്ലേ? എന്നിട്ട് അള്ളാഹു കത്തിയേ? നൂഹ് നബിയിൽ നിന്ന് തുടങ്ങിയിട്ട് റിസാലത്ത് അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിച്ചിട്ട് അപ്പൊ എന്ന് കേട്ടിട്ട് അള്ളാഹു ഓരോരോ ജനവിഭാഗത്ത് ഓരോ റസൂൽമാരെ കത്തരെ. അള്ളാഹു എന്തിക്ക് സ്വർഗത്ത് പോണ്ട കാര്യ, എന്തിക്ക് നരകത്ത് പോണ്ട കാര്യ ആർക്ക് ചൊല്ല? അള്ളാഹു ഈ നബിമാർക്ക് ചൊല്ല വഹീലൂടെ ചൊല്ലുപാട്ട അള്ളാഹു മലക്കര മുഖാന്തര. ആ നബിമാർ നമുക്ക് അത്ര കൃത്യമായിട്ട് പഠിപ്പാട്ടുണ്ട്. ഇതാ ഇന്ന കാര്യ അള്ളാഹു ഇഷ്ടമില്ലത്, ഇന്ന കാര്യ അള്ളാഹു ഇഷ്ടമില്ലാത്തത്. അതല്ല അങ്ങനല്ലേ പഠിപ്പാട്ടോ നബിമാർ വന്നേ? അതല്ല ചൊന്നേ ആദം നബിയെ ഹവ്വാ റളിയല്ലാഹു അൻഹയെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പറത്തിടുമ്പോ അങ്ങനത്തെ ചൊന്നൊരു വിഷയമുണ്ടോ? എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു ചൊന്നേ ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു ചൊന്നല്ലേ ആദം നബിക്കും ഹവ്വാ റളിയല്ലാഹു അൻഹയെ ചൊന്നല്ലേ, ഇതാ നിങ്ങൾ ഭൂമി ലോകത്ത് പോണ്ടോ, നിങ്ങൾ എന്ത് ബേജാറാക്കണ്ട,
ಬದಲಾಯ್ತು ನನ್ನಲ್ಲಿ ನಿಂಕು ಹುದಬಂಡು ಮಾರ್ಗದರ್ಶನ ಬಂಡು ಅದನ್ನ ನೀವು ಪಿಂಬಟ್ಟೋರು ಪಿಂಬಟ್ಟಂಕಿ ಯಾವ್ದಾದ್ರು പേടി വേണ്ട കഴിഞ്ഞ സ്വർഗ നിനക്ക് തിരിച്ചു പിടിക്ക ചൊന്തയിട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലി അങ്ങോട്ടേക്ക് അത് അങ്ങനത്തെ മാത്രമല്ല അവസാനത്തെ മനുഷ്യന്മാർക്കുള്ള അത് ഒരു താക്കീതായിട്ടിക്ക് അള്ളാഹു സുബ്ഹാനഹു ചൊല്ലിയത് അള്ളാഹു നിനക്ക് ഹുദബണ്ട് ആ ഹുദത്തെ ആ അള്ളാഹു നബിമാർക്ക് അവൻ സെലക്ട് ആക്കിയ റസൂൽമാർക്ക് അള്ളാഹു ചൊന്നു കൊടുക്കണ വഹീയുടെ മുഖാന്തരം അറിയിച്ചു കൊടുക്കണ ആ റസൂൽമാർ അങ്ങനെ സമൂഹത്തെ ചൊന്നു കൊടുക്കണോ അതിന് പിമ്പറ്റി ജീവിച്ചെങ്കിൽ അങ്ങ് ചൊന്ന സ്വർഗത്ത് പോലെ കാര്യത്തെ പിമ്പറ്റി ജീവിച്ചെങ്കിൽ നമുക്ക് സ്വർഗത്തിക്ക് എത്താം അങ്ങനെ നരകത്ത് ദൂരാവിടെ കാര്യം ചൊല്ലുണ്ടെങ്കിൽ അത് വിട്ടുവെക്കും അതേ തിക്രി ഇസ്ലാം നമുക്ക് പഠിപ്പാക്കുന്നത് ഇത് നക്കു തോന്നിയ പോലെ നക്കിഷ്ടമല്ല പോലെ ഒരു ഇബാദത്ത് സൽക്കർമ്മ ഞാൻ ആക്കുന്നുണ്ടെങ്കിൽ പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തി എന്തുള്ളൂ എനിക്ക് എന്ത് വേണം ആക്കല്ലേ ഒരു കാര്യ ഇസ്ലാം ദീനിൽ നമുക്ക് പ്രതിഫലം കിട്ടി ചൊല്ലിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി തരണം ഇല്ലെണ്ടെങ്കിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് ചൊല്ലിയ പലക്ക അവൻ വാദിച്ചോണ്ട് സമ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയിൽ നിന്ന് ഞങ്ങൾക്ക് വഞ്ചന കാട്ടിച്ചൊന്ത് വാദിച്ചോണ്ട് സമച്ചൊന്ത് ഏറ്റിക്ക് ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കണം അത് മാത്രമല്ല സഹോദരന്മാരെ ബിദ്അത്തായിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നാളെ ഹൗലുൽ കൗസർ ചൊല്ല മാധുര്യമായ പാന് തന്നിരെ അള്ളാഹു സുബ്ഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗോരി ഗോരി കൊടുക്കൊടു ആ സന്ദർഭത്തില് നബിയുടെ മുട്ട പറഞ്ഞ ഒരു വിഭാഗം അവിടെ തടയൽപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾக்கிறேன் നന്റെ ഉമ്മത്തല്ലേ അത് കേൾക്കുമ്പോ അവിടെ നബിറ്റിക്ക് ചൊല്ലൽപ്പെട്ടു നബിയെ നിങ്ങൾ വഫാത്തിൽ പിന്നെ ഈ ദീനിൽ പുതിയതായിട്ട് കടുത്തു കൂട്ടി ആൾമറയിട്ടിക്കോറു അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗത്തിക്ക് ചൊല്ലേ ആര് കാരുണ്യത്തെ നബി ഒരാള് നരകത്തിക്ക് എത്തോ തീരാ ചൊന്തു ആശപ്പെട്ട നബി എല്ലാരും നന്റെ ഉമ്മത്തിനാಗ സ്വർഗത്ത് പോകാൻ ചൊന്തു ആശപ്പെട്ട നബി ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നപ്പ നബി ചൊല്ലൊരു പലക്കൊಂದು സഹകാലിമൻ ബത്തല ബാദി പോರು ದೂರ போರು ನಿಂಕಿ ಪಾನಿ ಇಲ್ಲ ಚೊಂತ ಇಟ್ಟಿಕ್ರೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಆಟಿ ಓಡ್ಪಾಟಂತ ಇಟ್ಟಿಕ್ರೆ ಅಲ್ಲಾಹ್ ರಸೂಲ್ ಪಡಿಪಾಡ್ತಂಡದು അത്ര ഗൗരവമുള്ള വിഷയ ശിർക്ക് ബിദ്അത്ത് ഇത് എപ്പോഴും സമൂഹത്തിന് ചൊന്നോണ്ടിക്കോണം ഇത് എപ്പോഴും ഞങ്ങൾ ഇതര വിഷയത്തിൽ പഠിച്ചോണ്ടിക്കോണം കാരണം ഞങ്ങൾ നല്ലത് ചൊന്തു ആക്കിയ കാര്യ നാളെ പരലോകത്തില് അത് ഞങ്ങൾക്ക് നരകത്തുള്ള തെരുവായിട്ട് കിട്ടുകീരാ അല്ലാണ്ട് ഇത് ഒരു മുസ്ലിം ഉമ്മത്തെ ഫിർക്കാക്കുള്ള വിഷയമല്ല ഹക്കിന്റെ ഹക്കായിട്ട് ചൊല്ലണോ അതാരും ഇഷ്ടപ്പെട്ടില്ലെന്നും ഹക്കിന്റെ സത്യമായിട്ട് ചൊല്ലകയറ്റേക്കര് ഞങ്ങൾക്ക് അള്ളാഹു റസൂലും ഞങ്ങൾക്ക് പഠിപ്പാറ്റന്നെ അപ്പൊ ഇത്തരത്തിലുള്ള അനാചാര കാര്യത്തിൽ നിന്ന് ഞങ്ങൾ ദൂരെ നിൽക്കണോ ഇത് അള്ളാഹു റസൂൽ പഠിപ്പാറ്റന്നെ കാര്യമല്ല മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണോ പ്രത്യേകിച്ച് ഇതര വിഷയത്തിൽ പഠിക്കണോ എന്തിട്ടിക്കറ് ശിർക്ക് എന്തിട്ടിക്കറ് തൗഹീദ് എന്തിട്ടിക്കറ് സുന്നത്ത് എന്തിട്ടിക്കറ് ബിദഅത്ത് എന്തിട്ടിക്കറ് ഹറാമു എന്തിട്ടിക്കറ് ഹലാല് ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ ജീവിതങ്ങൾ മുന്നോട്ട് പോകണം കാരണം നാളെ അള്ളാഹുടെ മുന്നോട്ട് ഞങ്ങൾ എല്ലാവരും പോയിട്ട് നിൽക്കുകയില്ല അവിടെ അള്ളാഹുവിന്റെ പക്കൽ ചോദ്യമുണ്ടോ അപ്പൊ അള്ളാഹു എന്ത് പഠിപ്പാട്ടെന്ന അത് മാത്രമേ ഞങ്ങൾക്ക് രക്ഷകുല്ല മാർഗ യാ അയ്യുഹൻ നാസ് ലൈസ മിൻ ശൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന വയുബാഇദുകും മിനൻ നാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നല്ലേ നിങ്ങൾക്ക് സ്വർഗത്തിക്ക് മുട്ടാവുന്നതും നരകത്തിൽ ദൂരാവിടെ എല്ലാ കാര്യത്തിനും നാ പഠിപ്പാട്ട് തന്നിട്ടേറ്റിക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പോയിടെ ഇന്ന് ഇതിക്ക് പുതിയത് നല്ല വിഷയം തോറാലും കൂട്ടവുമില്ല ഇതിനടുത്ത് കൊടുക്കുകയില്ല നേരത്തെ ನಾನು ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ചൊന്നില്ലേ ആ പലക എന്നിട്ട് അയ്യൽ ആ പലക ചൊന്നിട്ട് ഒരു ആയത്ത് ചൊല്ലു എന്ದ್ರೆ അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാം ദീന അയിൽ ചൊല്ലു ഒരു ദീനിൽ പുതിയതായ കാര്യം എത്തബಂತ വാദിച്ചെങ്കിൽ അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചന കാട്ടി ചൊന്നു വാദിച്ച സമയ എന്നിട്ട് അയിൽ ആയത്ത് ഓതുന്നു ഏത് അൽയൗമ അക്മൽതു ലക്കും ദീനകും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദായിൽ വെച്ചിട്ട് ആയത്ത് ഇറക്ക ദീന് ചൊല്ലത് പൂർത്തിയായിട്ട് ഇന്നിത് കാറും കൂട്ടവും ഇല്ല കുറക്കവും ഇല്ല ചൊല്ല വിഷയ ക്ലീൻ ആയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ വഫാത്തിന് മുന്നലേ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പാട്ടന്ന അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനാചാരമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിക്കണോ ഇതിനൊരു നിസ്സാരമായിട്ട് എടുക്കണ്ട ബദലായിട്ട് ഞങ്ങൾ പരലോകത്തുള്ള വിഷയത്തേക്ക് കൊണ്ട് ഭാരി ഗൗരവത്തില് ഇത്തരത്തിലുള്ള വിഷയം എടുക്കുന്നു സഹോദരന്മാരെ മനസ്സിലാക്കണു അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിടെ ഹക്കായിട്ട് മനസ്സിലാക്കുകയും ബാത്തിലെ ബാത്തിലായിട്ട് വിട്ടുപിടുന്നു അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ